നാടിന്റെ പഴമയെ കുട്ടികൾക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ കോട്ടക്കൽ പീസ് പബ്ലിക് സ്കൂളിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 7-ന് ഞാറ്റുവേല സംഘടിപ്പിക്കും. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന പേരിൽ പുത്തൂർ പാടത്ത് വെച്ചാണ് പരിപാടി ഒരുക്കുക. രാവിലെ 8 മണി മുതൽ 11 വരെ പുത്തൂർ ബൈപ്പാസിന് സമീപമുള്ള പാടശേഖരത്തിലാണ് ഞാറ്റുവേല നടക്കുക. ടി മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ജില്ലാ കളക്ടർ VR വിനോദ് മുതിർന്ന കർഷകരെ ആദരിക്കും. ഒതുക്കങ്ങൾ പഞ്ചായത്ത് അധ്യക്ഷൻ കടമ്പോട്ട് മൂസ മുഖ്യാതിഥിയാകും. പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പഴയകാല സംസ്കൃതിയും കൃഷിയും ജീവിത രീതികളും ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അന്യമാണ്. ഇവൻ അരി എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചാൽ അവർക്ക് അറിയാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് പുതിയ തലമുറ വളർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിന്റെ സംസ്കാരവും സംസ്കൃതിയും ഒക്കെ വളരെയധികം കൃഷിയുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നതായതുകൊണ്ട് ഈ സംസ്കാരത്തെക്കുറിച്ച് ഒരു പഴയകാല സ്മൃതി പുനഃസൃഷ്ടിക്കുകയും അതുവഴി പുതുതലമുറക്ക് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും നമ്മുടെ സംസ്കൃതിയെക്കുറിച്ചും ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാറ്റുവേല എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്നത്. ഈ വരുന്ന തിങ്കളാഴ്ച പുത്തൂർ പാടശേഖരത്തിൽ, വലിയ പാടശേഖരത്തിൽ അവിടുത്തെ പ്രാദേശികമായ കർഷകരുടെ കൂടി സഹകരണത്തോടു കൂടി വൈവിധ്യമാർന്ന പരിപാടികളിൽ സ്കൂളിലെ മുഴുവൻ കുട്ടികളും അന്ന് ചെലവഴിക്കുന്നത് പുത്തൂർ പാടശേഖരത്തിൽ കൃഷിയോടനുബന്ധിച്ചുള്ള നമ്മുടെ സംസ്കാരങ്ങളെയും നമ്മുടെ കൃഷി രീതികളെയും ജലസേചന രീതികളെയും ഒക്കെ പരിചയപ്പെടുത്തുന്നു. അതോടൊപ്പം മൺപാത്ര നിർമ്മാണം, അതുപോലെ കാളകൂട്ട്, അതുപോലെ ഞാറ്റുപാട്ട്, ഈ ഞാറ് നടൽ, ഇങ്ങനെ തുടങ്ങി കുട്ടികളെ പ്രത്യേകിച്ച് ഞങ്ങളിതുപോലുള്ള ഒരു CBSE സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തീരെ അപരിചിതമായിട്ടുള്ള ഒരു ദിവസം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്, പുതിയ അനുഭവം അവർക്ക് സമ്മാനിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ബഹുമാന്യനായ മലപ്പുറം MP ശ്രീ ടി മുഹമ്മദ് ബഷീറാണ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത്. ബഹുമാന്യനായ ജില്ലാ കളക്ടർ ആ പ്രദേശത്തുള്ള, അവിടെ പുത്തൂരിൽ ഇപ്പോഴും ഒരുപാട് കൃഷിയൊക്കെ ചെയ്യുന്ന ഒരുപാട് കർഷകരുണ്ട്. ആ മുതിർന്ന കർഷകരെ ഈ ചടങ്ങിൽ വെച്ച് ആദരിക്കുന്നു. മുഴുവൻ ആ പ്രദേശത്തെ മുഴുവൻ ജനപ്രതിനിധികളും, ഒതുക്കങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, വാർഡ് മെമ്പർ തുടങ്ങിയുള്ള അവിടുത്തെ പാടശേഖര സമിതികളുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ എല്ലാവരും ചടങ്ങിൽ പങ്കെടുക്കുന്നു. മുതിർന്ന കർഷകരെ ഈ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്യുന്നത് നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് തന്നെ അത് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പരിപാടിക്ക് ഭാരവാഹികളായ M ജൗഹർ, S സ്മിത, സ്കൂൾ ലീഡർ മുഹമ്മദ് ഫഹീം, ഹെഡ് ഗേൾ ഹെൽന M മൻസൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകൂ. വനിതകൾക്ക് സ്കോളർഷിപ്പോട് കൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾക്കും ഒരു ടീച്ചർ ആവാം. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോടുകൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന മോണ്ടിസോറി TTC കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. ഞങ്ങളുടെ പ്രത്യേകതകൾ: വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം, സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, സോഷ്യൽ ആക്ടിവിറ്റീസ്, ക്യാമ്പുകൾ, സെമിനാറുകൾ, സിംബോസിയങ്ങൾ, 10 വർഷത്തെ സേവന പാരമ്പര്യം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. ABC അക്കാഡമി, ഓപ്പോസിറ്റ് ആയുർവേദ കോളേജ്, എടരിക്കോട് റോഡ്, കോളേജ് പടി, കോട്ടക്കൽ. ബ്രാഞ്ചസ് പുത്തനത്താണി, തിരൂർ, വളാഞ്ചേരി, പെരിന്തൽമണ്ണ.